ശാലി മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നല്ല ക്രിസ്പി ആയിട്ടുള്ള ചക്ക വറുത്തത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ചിപ്സ് ഉണ്ടാക്കുന്നതിന് വേണ്ടി ഞാൻ വരിക്ക ചക്കയാണ് എടുത്തിരിക്കുന്നത്. നന്നായി വിളഞ്ഞ നല്ല കട്ടിയുള്ള ചുളകളാണ് ഈ ചക്കയ്ക്കുള്ളത്. ചക്ക ചിപ്സിന് ഇതുപോലെ കട്ടിയുള്ള ചക്കയാണ് നല്ലത്. ചക്കയുടെ ചകിനിയും കുരുവും പാടയും കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളായി ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുക്കണം. ചക്കയെല്ലാം നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വളരെ കുറച്ച് ഉപ്പുപൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ 1/4 ടീസ്പൂൺ ഉപ്പുപൊടിയാണ് ചേർത്തിരിക്കുന്നത്. ഉപ്പുപൊടി ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. ഇനി നന്നായി ചൂടായ വെളിച്ചെണ്ണയിലോട്ട് ചക്ക ചേർത്ത് കൊടുക്കാം. ചക്ക ചേർക്കുന്ന സമയത്ത് തീ ഹൈ ഫ്ലെയിമിലായിരിക്കണം. അതിനുശേഷം മീഡിയം ഫ്ലെയിമിലിട്ട് തിരിച്ചും മറിച്ചും വറുത്തെടുക്കാം. ചക്ക നല്ല ക്രിസ്പി ആയിട്ടിരിക്കാൻ 2 തവണ വറുത്തെടുക്കേണ്ട ആവശ്യമുണ്ട്. ആദ്യം ചെറുതായി ഒന്ന് കളർ ചേഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് വരെ ഇതിനെ വറുത്തെടുക്കണം. പിന്നീട് ചക്ക കോരി വെച്ച് അത് തണുത്തതിന് ശേഷം വീണ്ടും വറുത്തെടുക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രം ചക്കയുടെ ചിപ്സ് ക്രിസ്പിയായി കൂടുതൽ നാൾ നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ ഇത് മീഡിയം ഫ്ലെയിമിലാണ് ഇരിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഇളക്കി വെച്ച് കൊടുക്കണം. നല്ല വെയിലുള്ള സമയമാണെങ്കിൽ ചക്ക ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് വെയിലത്ത് 1-2 മണിക്കൂർ വെച്ചാൽ വളരെ പെട്ടെന്ന് തന്നെ വറുത്തെടുക്കാൻ സാധിക്കും. ഉപ്പ് ചേർക്കുന്നതും അതുപോലെ തന്നെ ഞാൻ ആദ്യമാണ് ഉപ്പ് ചേർത്തത്. വറുക്കുന്നതിന് മുൻപ് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷമാണ് വറുത്തത്. ആദ്യം ഉപ്പ് ചേർക്കാതെ വറുത്ത് കോരുന്നതിന് തൊട്ട് മുന്നേ എണ്ണയിലേക്ക് അല്പം ഉപ്പുവെള്ളം ചേർത്ത് കൊടുത്താലും മതിയാകും. ആ ചക്കയുടെ കുഴഞ്ഞ പരുവം മാറി കുറച്ചൊന്ന് കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ കളറും ചേഞ്ചായി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇപ്പോൾ വറുത്തെടുത്ത ചിപ്സ് ആദ്യമൊന്ന് ക്രിസ്പി ആയിരിക്കുമെങ്കിലും കുറച്ച് സമയം കഴിഞ്ഞ് തണുക്കുമ്പോഴത്തേക്കും അത് സോഫ്റ്റ് ആകും. ആദ്യം നമ്മൾ വറുത്തെടുത്ത ചിപ്സ് നന്നായി തണുത്തിട്ടുണ്ട്. ഇനി ഇത് വീണ്ടും വറുത്തെടുത്താൽ മാത്രമേ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുകയുള്ളൂ. ഇനി നല്ല തിളച്ച എണ്ണയിലോട്ടാണ് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന ചിപ്സ് ഇട്ട് കൊടുക്കേണ്ടത്. നമ്മൾ ചിപ്സ് ഇട്ട് കൊടുക്കുന്ന സമയം മുതൽ ഹൈ ഫ്ലെയിമിലായിരിക്കണം. ചിപ്സ് ഇട്ട് കൊടുത്താൽ ഹൈ ഫ്ലെയിമിലായതുകൊണ്ട് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഇനി ഇത് കരിഞ്ഞു പോകാതെ അതിൻ്റെ കളറെല്ലാം ചേഞ്ചായി വരുമ്പോൾ നമുക്ക് കോരി മാറ്റാം. ഇതുപോലെ വളരെ എളുപ്പത്തിൽ നമുക്ക് കാലങ്ങളോളം സൂക്ഷിച്ചു വെക്കാൻ കഴിയുന്ന ചക്ക വറുത്തത് റെഡിയാക്കാം. ചക്ക ചിപ്സ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നന്നായി തണുത്തതിന് ശേഷം ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ അടച്ച് സൂക്ഷിക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടണിലെ ഓൾ എന്ന ഓപ്ഷനും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. താങ്ക്